Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറവാണ് സബ്സ്ക്രൈബർ, 1701 സബ്സ്ക്രൈബറേ ഉള്ളൂ. കുറച്ചുകൂടെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോസ്. എന്നാലല്ലേ എനിക്ക് റീച്ച് എത്താൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം, അതിനുശേഷം ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ, പിന്നെ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ, അങ്ങനത്തെ എല്ലാ പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ടും വേണം. അതും പോരാണ്ട് നിങ്ങൾ കമൻറ്റും ചെയ്യണത് വളരെ കുറവാണ്. എന്താണ് കാരണം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ കൺസിസ്റ്റൻസിയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊരു ചെയ്തല്ലേ പറ്റൂ, എന്നാലല്ലേ നിങ്ങൾക്ക് അറിവുകൾ കിട്ടുള്ളൂ. അറിവ് ഇപ്പം നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ്, അത് ഏത് മേഖലയായാലും. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കല്ല. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ iPhone 19e ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടിയാണ് പറയാൻ പോകുന്നത്. അതും നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാനും പോകുന്നത്. അതായത് iPhone 19e ഇനി പ്രൊമോഷൻ ഡിസ്പ്ലേ കൊണ്ടുവരും എന്നാണ് പറയണത്. അതായത് 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ട് കൊണ്ടുവരും എന്നാണ് പറയണത്. തീരുമാനം ഇറ്റ്സ് അപ് ടു യു. സിംഗിൾ ക്യാമറ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. കാരണം 120 Hz റിഫ്രഷ് റേറ്റ് മാത്രം കൊടുത്താൽ മാത്രം പോരാ, ബാറ്ററീൻ്റെ കാര്യത്തിലും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആപ്പിളുകാരോട് പറയാനുള്ളത്. ആ ഒരു സിംഗിൾ ക്യാമറ വെച്ചിട്ട് നിങ്ങൾ വലിയ ഗിമ്മിക്ക് കളിക്കുന്നുണ്ടല്ലോ, ആ ഗിമ്മിക്കൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഒരു 2 ക്യാമറ അല്ലെങ്കിൽ ഒരു 3 ക്യാമറയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കറിയില്ല, ആപ്പിളാണ് ദേ ഡസ് ഇറ്റ് ബെറ്റർ എന്നൊക്കെ പറയും. ടിം കുക്കണല്ലേ, ഒന്നും പറയാനില്ല. എന്താ പറയേണ്ടത്, അപ്ഡേറ്റ് വല്ല പറഞ്ഞേ പറ്റൂ. അപ്പോൾ എനിക്ക് വലിയൊരു ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട്. ഇതൊരു ഗ്രേറ്റ് പ്രോസ്പെക്ട് ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തീരുമാനം പറയാനുള്ളത്. പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള iPhone 70 ഈസ് ആൻ അട്ടർ ഫ്ലോപ്പ് ഫോണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. മേടിക്കണമെങ്കിൽ മേടിക്കാതെ നിങ്ങളിഷ്ടം. ഓപ്പോൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലാണ് ലോഞ്ചിങ്. അത് 2 വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരു 4GB റാമും 128GB വേരിയൻറ്റും, 128GB വേരിയൻറ്റും 6GB റാം വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു 5G നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള ഒരു ഫോണും കൂടെയാണ്. ഓപ്പോൻ്റെ A6s എന്ന് പറയുന്ന ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഇത് ഡിമെൻസിറ്റിൻ്റെ 6300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ LCD HD+ റെസൊല്യൂഷനാണ് ഇറങ്ങാൻ പോകുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 7000 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ സൂപ്പർ ബൂക്ക് ചാർജർ, പിന്നെ റാമും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു 6GB 128 ഇറങ്ങും, 128GB 4GB വേരിയൻറ്റും വെച്ചിട്ട് ഇറങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് IP69 റേറ്റിംഗ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. IP68ഉം IP69 റേറ്റിംഗ് വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ 7000 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ LPDDR4X റാം, UFS സിസ്റ്റം ആണെങ്കിൽ 2.2 ആണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസിക് റേഞ്ച് സ്മാർട്ട് ഫോണിന് ഇതിൻ്റെ ഉള്ളിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇനി ക്യാമറയുടെ സ്പെക്കിലേക്ക് കിടക്കുമ്പോൾ ഇത് 50 മെഗാ പ്രൈമറി ക്യാമറയും 2 മെഗാ ഡെപ്ത് സെൻസറാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതൊന്നും ഇതിലുണ്ടാവില്ല. പിന്നെ 16 മെഗാ സെൽഫി ക്യാമറയാണ് യവന്മാർ ഈ ഓപ്പോൻ്റെ A6s എന്ന് പറയുന്ന ഈ 5G മോഡലിന് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഓപ്പോ ഒക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളെ തീരുമാനം, നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. OnePlusന്റെ Note 6 അടുത്ത മാസം ഏപ്രിൽ 17 ഇറങ്ങാൻ പോവുകയാണ്. ഇതൊരു സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS ഒരു 4.0 ഒക്കെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇത് LPDDRൻ്റെ 5X റാം ആണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ ഇത് എന്താ പറയുക, നമുക്കിത് 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, 165 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 9000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി. പിന്നെ നമുക്ക് ഈ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ബിൽറ്റ് ഇൻ ഫോണിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. പിന്നെ ഇത് 80 വാട്ട്സിൻ്റെ ചാർജർ, അതും സൂപ്പർ വൂക്ക് ചാർജറാണ് വരുന്നത്. പിന്നെ 165 Hz റിഫ്രഷ് റേറ്റ് ആണ്, അതും LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ക്യാമറ മെഗാ പിക്സലാണ് വരുന്നത്. 50 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറയും
പിന്നെ ഫ്രണ്ട് ഫേസിങ് സെൽഫി വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിങ് സെൽഫി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒരു കിടക്കാച്ചി സ്മാർട്ട് ഫോണും കൂടിയാണ്. പിന്നെ വില കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ OnePlus 5 വെച്ച് നോക്കുമ്പോൾ ഒരു 20% ഈ ഒരു ഫോണിൻ്റെ വില കൂട്ടിയിട്ടുണ്ട് OnePlus Nord 6. പിന്നെ കളറിൽ ബോക്സിൻ്റെ കളറിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ വിത്ത് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അത് ഞാൻ ഇതിലിടാം. വിലയും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. ഏപ്രിൽ 17 ലോഞ്ചിങ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോൺ. 165 Hz ആണ്. അതും LTPS ആണ്. ഈവൻ നമ്മുടെ ഈ ഷോമിൻ്റെ പാഡ് 8 LTPS വരുന്നത് 2000 dirhams ആണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു 2300 അല്ലെങ്കിൽ 2400 ഒക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ വില. ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങാൻ പോകുന്ന ഇന്ത്യൻ റേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ഒരു 55 അല്ലെങ്കിൽ ഒരു 50ൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ഫോണും കൂടെയാണ് നിങ്ങൾക്ക് പറയാനുണ്ട്. 165 Hz ആണ്. പക്ഷേ ഇത് LTPS ആണ്. അതായത് ഇത് 60 to 165 Hz നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അത് ഡിപ്പെൻഡബിൾ ആണ്. ഏത് ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റിഫ്രഷ് റേറ്റ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ചില ഗെയിമുകൾ ഗെയിംസിന് ഇമ്പാക്റ്റ് പോലത്തെ ഗെയിമുകളാണെങ്കിൽ നിങ്ങൾ കളിക്കണമെങ്കിൽ അത് 90 വർക്ക് ചെയ്യും. ചിലപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി 165 വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 120 വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏതൊക്കെ ഗെയിം ഏതിലാണ് കളിക്കാൻ പറ്റുക എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞാണ്, ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് അടക്കം സ്ട്രേറ്റ് 165 Hz വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ദിസ് ഈസ് ഫോർ എ കൈൻഡ് ഇൻഫോർമേഷൻ. കാരണം എൻ്റെ കയ്യിൽ ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നിങ്ങളൊരു നിഗമനത്തിന് എടുത്തിട്ട് നിങ്ങൾക്ക് ഫോൺ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണ് ഒപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനും കൂടെയാണ്. പിന്നെ ഇത് 1.5K റെസൊല്യൂഷൻ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. HDR10+ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ സാംസങ്ങിൻ്റെ Galaxy S26 സീരീസിന് എയർ ഡ്രോപ്പിൻ്റെ ക്വിക്ക് ഷെയർ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗൂഗിൾ പിക്സൽ ടെസ്റ്റ് ചെയ്ത് അതേ സെയിം സാധനം ഗൂഗിൾ പിക്സൽ 9 സീരീസിന് എയർ ഡ്രോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്തിരുന്നു. അതേ സെയിം ഫംഗ്ഷൻ തന്നെ Galaxy S26 സീരീസിനും വരാൻ പോകുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീച്ചറും കൂടെയാണ്, ഗ്രേറ്റ് ഓപ്ഷനും കൂടെയാണ്. ഇനി നിങ്ങൾക്ക് ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വലിയൊരു ഹൈ എൻഡ് വീഡിയോകളും കാര്യങ്ങളും നിങ്ങളെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് മുഖേന ഷെയർ ചെയ്യാം. എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ MacBook Pro അല്ലെങ്കിൽ MacBook Air ഉണ്ടെങ്കിൽ, രണ്ടിലും എയർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എയറിൽ കൂടെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഗൂഗിൾ പിക്സൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിക്സൽ 9 സീരീസിന് വർക്ക് ചെയ്തു. ഒരുപാട് വീഡിയോകൾ അതിൻ്റെ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ അത് ഓടുന്നുണ്ട്. ഇപ്പം അത് ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് വരാൻ പോവാണ്. നത്തിങ്ങിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ടും നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ S26 സീരീസിന് എയർ ഡ്രോപ്പ് ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫയൽസ് എയർ ഡ്രോപ്പിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടാം, പോയി കാണാം. ആരെങ്കിലും S26 സീരീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് അപ്ഡേറ്റ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. OnePlusൻ്റെ ബഡ്സ് Nord 4 Pro ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മാർച്ച് 23 അതിൻ്റെ ലോഞ്ചിങ്. സ്പെക്ക് ഒരു രക്ഷയില്ലാത്തൊരു സ്പെക്കും കൂടിയാണ്. അടിപൊളി ബാറ്ററി ബാക്കപ്പാണ്. 54 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അവർ പറയണത്. പിന്നെ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ഒരു 15 മണിക്കൂർ കിട്ടും എന്നാണ് പറയണത്. അതും ഗ്രേറ്റ് തിങ്. പിന്നെ 55 ഡെസിബിൾസ്, വേൾഡിലെ ഫസ്റ്റ് ബഡ്സ് ആണ്. അതും വിത്ത് 55 ഡെസിബിൾസ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ LHDC എന്ന് പറയുന്ന ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ക്വാളിറ്റി വർക്ക് ചെയ്യും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണെങ്കിലും അതും അടിപൊളിയാണ്. 6.0 ആണ്. ഡുവൽ കണക്ടിവിറ്റി, 2 ഡിവൈസസും സൈമിൾട്ടേനിയസ്ലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്, അതും 360 ഡിഗ്രി ഓഡിയോയിൽ അത് വർക്ക് ചെയ്യും. ദാറ്റ്സ് ഗ്രേറ്റ് തിങ്. ഇനി അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ ഈ ഒരു ബഡ്സിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഗെയിം കളിക്കുന്ന സമയത്തും നമുക്ക് സ്പേഷ്യൽ ഓഡിയോ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കാം. പിന്നെ 6 മൈക്കുകളാണ് വരുന്നത്. ഒരു ബഡ്സിൽ 3 മൈക്കും അടുത്ത ബഡ്സിൽ ഒരു 3 മൈക്ക് വരും. അപ്പോൾ ടോട്ടലി 6 മൈക്ക് വിത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ബാറ്ററി ലൈഫ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ബാറ്ററി ലൈഫാണ്. പ്രൈസും കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്യാം. 4000 രൂപയാണ്
വരുന്നത്. ഈ മാസം 23-ാം തീയതിയാണ് ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടെ ഞാൻ ലൂണിൽ ചെക്ക് ചെയ്യാം എന്താണ് പ്രൈസ്. മേടിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ ഞാനതൊന്ന് എടുക്കും. കാരണം ഇപ്പം നിലവിൽ ഞാൻ നമ്മുടെ നത്തിങ്ങിൻ്റെ ബഡ്സ് പ്രോ 2 ആണ് യൂസ് ചെയ്യുന്നത്. 50 ഡെസിബൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലൊരു യൂണിക് ഫീച്ചർ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ OnePlusൻ്റെ ഈ ബഡ്സ് 4 പ്രോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഐറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം, നൂണിൽ വരട്ടെ, വന്നതിന് ശേഷം ഞാൻ എടുക്കുന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബഡ്സിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ വയർ ഹെഡ്സെറ്റിനോടാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടിയിൽ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇനി സിംഗിൾ ടാപ്പ് ഓപ്ഷൻ വരാൻ പോകുന്നുണ്ട്. സിംഗിൾ ടാപ്പിൽ കൂടെ നമുക്ക് കാണുന്ന വീഡിയോ നമുക്കത് പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക എങ്ങനെയുണ്ട് അപ്ഡേറ്റ് എന്നുള്ളത്. ലെനോവോൻ്റെ ഒരു പുതിയൊരു ഗെയിമിംഗ് ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മാർച്ച് 21-ാം തീയതിയാണ് ലോഞ്ചിങ്. ലെനോവോൻ്റെ ലിജിയൺ Y700 5th ജനറേഷൻ ടാബ്ലറ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്പെക്സ് ആണെങ്കിൽ അടിപൊളി കിടുക്കാച്ചി സ്പെക്കും കൂടിയാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് ടാബ്ലറ്റും കൂടിയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 1 TB സ്റ്റോറേജ്, 24 GB റാം, പിന്നെ UFS ആണെങ്കിൽ 4.1, LPDDR5T റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 8.8 ഇഞ്ചിൻ്റെ IPS LCD സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 165 Hz LTPO ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 9000 mAh ബാറ്ററി, 68 വാട്ട്സിൻ്റെ ചാർജറും വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും പോരാണ്ട് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ പോരാത്തതിന് RGB ലൈറ്റ്സും കൂടെ കത്തും. അപ്പോൾ ഇതൊരു കിടുക്കാച്ചി സാധനമാണ്. പിന്നെ UFS ആണെങ്കിൽ 4.1 ആണ് വരുന്നത്. പിന്നെ പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ റിവീൽ ചെയ്യാം. യുവാനിൽ എന്ത് റേറ്റ് വരും, ഡോളറിൽ എന്ത് റേറ്റ് വരും, ഞാനത് അടിയിൽ റിവീൽ ചെയ്യാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു ടാബ്ലറ്റിന് പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഡുവൽ സെൽ ടെക്നോളജി, വേൾഡിലെ ഫസ്റ്റ് ഡുവൽ സെൽ ടെക്നോളജി ബാറ്ററിയും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ടാബ്ലറ്റിൽ ഇറങ്ങാൻ പോകുന്നത്. അതായത് 2 ബാറ്ററികൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒറ്റ മില്ലിയാമ്പറിൽ വരുന്ന ഒരു ടെക്നോളജി ടാബ്ലറ്റായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഡുവൽ USB Type-C പോർട്ട് ഉണ്ട്. രണ്ടിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും പറ്റും. വൈസ് വെർസ ചാർജ് ചെയ്യുക. രണ്ടിലും 9000 ആണെങ്കിൽ ഒന്നിൽ ചിലപ്പോൾ ഒരു 6000 mAh അല്ലെങ്കിൽ ഒന്നിൽ 3000 mAh വെച്ചിട്ട് ബാറ്ററി ആയിരിക്കും ഇറങ്ങുക. അതാണ് ടോട്ടലി അവർ 9000 mAh പറഞ്ഞത്. ഒറ്റ സ്ട്രെച്ചിൽ 9000-ന് പകരം യവന്മാർ ഇതിൽ രണ്ടിലും സ്പ്ലിറ്റായിട്ട് 9000 mAh ബാറ്ററി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേൾഡിൽ ഫസ്റ്റ് ലെനോവോ ആണ് ഈ ഒരു അറ്റംപ്റ്റ് ട്രൈ ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. സാധാരണ മിക്ക ടാബ്ലറ്റിലും സിംഗിൾ സ്ട്രെച്ച് ബാറ്ററിയാണ് വരാം, പക്ഷേ ഈ ഒരു ടാബ്ലറ്റിൽ ഇത് ബാറ്ററി രണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ചാർജിങ് വരാൻ പോകുന്നത്. പിന്നെ ഇതുവരെയായിട്ട് ഞാൻ ഒരു ടാബ്ലറ്റിലും കണ്ടിട്ടില്ല 2 USB Type-C പോർട്ടും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഞാൻ ഇതുവരെയായിട്ട് ഒരു ടാബ്ലറ്റിൽ കണ്ടിട്ടില്ല, ഇന്നവരെ കണ്ടിട്ടില്ല. ആ സാധനം ഇപ്പോൾ ഇതാ ലെനോവോയിലും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ റിവീൽ ചെയ്യാം. അടിപൊളി ടാബ്ലറ്റും കൂടെയാണ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ടാബ്ലറ്റും കൂടെയാണ്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ടാബ്ലറ്റ് ആണ്. ന്യൂസ് അപ്ഡേറ്റ് നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കാം. ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ശോകപ്പെട്ടത് ആദ്യം പറയാം, അതിനുശേഷം ബാക്കി 3 കാര്യങ്ങളും നല്ലത് പറയാം. ആദ്യം നമുക്ക് ശോകപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയാം. ശോകപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SD കാർഡ്സിൻ്റെ വിലകളൊക്കെ ഭയങ്കര ഊപ്പർ വില ഹൈക്കിങ് ആവാൻ പോവാണ്. വിലക്ക കൂട്ടാൻ പോവാണ് SD കാർഡ്സിന് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അത് പോരാണ്ട് ഇനി ക്യാമറകൾക്കും പ്രൈസ് ഹൈക്കിങ്ങോ കൂടും കേട്ടോ. ഇപ്പോൾ 32 GB SD കാർഡൊക്കെ ഞാനൊരു 8 കൊല്ലം മുന്നൊക്കെ മേടിച്ചിരുന്നത് ഒരു 18 ദിർഹംസിനാണെങ്കിൽ ഇപ്പോൾ SD കാർഡിൻ്റെ ഒക്കെ വില കുത്തന റോക്കറ്റ് ആകാശത്തേക്ക് ബുർജ് ഖലീഫാൻ്റെ ഒക്കെ അത്രയും ഹൈറ്റിലൊക്കെ അതിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറകളുടെ വിലയും കൂടും. കാരണം AI ആണല്ലോ, ഒക്കെ ഇപ്പോൾ AI കൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റുകളും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടാബിയോ തമാരയോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. വെൽ യൂട്ടിലൈസ് ചെയ്തിട്ട് കാർഡുകൾ മേടിക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൾട്രോക്സിൻ്റെ പുതിയ ഫ്ലാഷ് വരാൻ പോകുന്നുണ്ട്. Z2 എന്നാണ് ഫ്ലാഷിൻ്റെ പേര്. ഇതൊരു ഭയങ്കര പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലാഷും കൂടെയാണ്.
ഇത് നിക്കോണിന് അതേപോലെ സോണി ഫ്യൂജി ഫിലിമിനൊക്കെ ഈ ഒരു ഫ്ലാഷ് ഇറങ്ങാൻ പോകുന്നത്. ഭയങ്കര പോർട്ടബിൾ, ഭയങ്കര ചെറിയ ഫ്ലാഷ് കൂടെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഫ്ലാഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫ്ലാഷ് സിങ്ക് സ്പീഡ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് ഫ്ലാഷാണ് നിങ്ങൾക്ക്, ഏത് ഹൈ ഫ്ലാഷ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ലോ ഫ്ലാഷ് യൂസ് ചെയ്യണോ, അതിൻ്റെ ഷട്ടറും കാര്യങ്ങളും നമുക്ക് ഇതിൽ ലൈറ്റ് മുഖേന നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതാണ് അപ്ഡേറ്റുകൾ. ഇനി ബാക്കി 2 അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്, അത് ഞാൻ പറയാം. കനോണിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് കനോണിൻ്റെ R7 Mark II ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 39 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഡുവൽ ഓട്ടോ പിക്സൽ, ഓട്ടോ ഫോക്കസ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്തായിരിക്കും അവരുടെ പ്രോസസ്സർ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് അവരുടെ തീരുമാനം, എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. പക്ഷേ ഇവന്മാർ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു APS-C ബോഡിയാണ്, ക്രോപ്ഡ് സെൻസർ ബോഡിയാണ്. അതും ബാക്ക് ഇലുമിനേറ്റഡ് സ്റ്റാക്ഡ് സെൻസർ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും APS-C ബോഡിക്ക്. ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ എന്താ പറയുക, അവരുടെ മിഡ് റേഞ്ച് ക്യാമറകളിലൊക്കെ ഇപ്പോൾ ബാക്ക് ഇലുമിനേറ്റഡ് സ്റ്റാക്ഡ് സെൻസർ ആവാം. എന്താണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, കാരണം ഞാനൊരു ഫ്യൂജി ഫിലിം യൂസറാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്യാമറകളുടെ ഫുൾ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഹൈ എൻഡ് ക്യാമറകളിൽ കനോണിൻ്റെ R1 R3 അവർ പാർഷ്യലി സ്റ്റാക്ഡ് സെൻസറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അറിയാലോ, അതൊരു വലിയൊരു ഹൈ എൻഡ് ബോഡിയാണ്. എന്താ പറയുക, 27,000 രൂപ, 27,000 ദിറംസ്, രൂപ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, അയ്യോ ഇന്നെ തല്ലു ആൾക്കാർ. 27,000 ദിറംസ് ഒക്കെ വെച്ചിട്ട് വരുന്ന വലിയ ക്യാമറകളാണ്. അതും 26.1 മെഗാ പിക്സലൊക്കെ വരുന്ന പാർഷ്യലി സ്റ്റാക്ഡ് സെൻസർ വരുന്ന ക്യാമറകളാണ് വരുന്നത്. പക്ഷെ എനിക്കിതൊന്നല്ല ഇവിടെ പറയാനുള്ളത്. കനോണിനോട് പറയാനുള്ളത് R7 Mark IIന് നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റാക്ഡ് സെൻസർ തീരുമാനം എടുത്ത് കളഞ്ഞിട്ട് ബാക്ക് ഇലുമിനേറ്റഡ് സ്റ്റാക്ക് സെൻസർ നിങ്ങൾ കൊണ്ടുവന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആരാണ് ഈ തീരുമാനം എടുത്തത്? തീരുമാനം എടുത്തവൻ്റെ തലക്ക് 2 അടി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റിൽ ഒരു മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു തരംഗം ഉണ്ടാക്കുന്നിടത്ത് നിങ്ങൾ നേരെ പിന്നാക്കം പോയിട്ടാണ് നിങ്ങൾ തരംഗം ഉണ്ടാക്കിയത്. തരംഗം ഉണ്ടാക്കേണ്ടത് മുന്നോട്ടാണ്. നിങ്ങൾ സ്റ്റാക്ഡ് സെൻസർ APS-C ബോർഡിൽ നിങ്ങൾ കൊടുന്നിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ കുതിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ പകരം ഇവിടെ വേറൊരു കമ്പനി അവർ സ്റ്റാക്ഡ് കൊണ്ടുവരാൻ പോവുകയാണ്. അവന്മാർ ചിന്തിച്ചത് വേറെ ലെവലും നിങ്ങൾ ചിന്തിച്ചത് പിന്നാക്കാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കനോണിനോട് എന്താണാവോ നിങ്ങൾ ചിന്തിച്ചത്? നിങ്ങൾ മൈന്യൂട്ടായിട്ട് ചിന്തിക്കേണ്ട കാര്യം നിസ്സാരാക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കനോണിനോട് പറയാനുള്ളത് ഇതാണ്. ഇനി അടുത്ത കമ്പനി വരാൻ പോകുന്നുണ്ട്, സ്റ്റാക്ഡ്. ജസ്റ്റ് വെയിറ്റ്. ആ അപ്ഡേറ്റ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. സോണിയുടെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോണിയുടെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ക്യാമറ, APS-C സെൻസർ വെച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ക്യാമറ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 2027 ഇറങ്ങുക, അല്ലെങ്കിൽ 2026 പകുതിയോടെ തന്നെ കൂടെ ഇറങ്ങും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു റൂമർ സ്പെക്കും കൂടെയാണ്. പക്ഷെ ഈ ഒരു റൂമർ സ്പെക്കിൽ ഇത് ചിലപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സത്യാവസ്ഥ ആയിട്ട് മാറും. സോണിയുടെ A900 എന്ന് പറയുന്ന ഒരു സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകണം. ചിലപ്പോൾ ഒരു പേര് മാറ്റും. അത് A7000 അല്ലെങ്കിൽ A6900 എന്തെങ്കിലും പേരായിരിക്കും. പക്ഷെ അതൊന്നും ഒരു കാര്യമുള്ള, പേരിലൊന്നും ഒരു വലിയൊരു സംഭവം അല്ല. പക്ഷെ ഇതിന്റെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ സ്റ്റാക്ഡ് സെൻസറാണ് കൊണ്ടുവരാൻ പോകുന്നത്. സോണിയുടെ A1 സെൻസറാണ് യവന്മാർ ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. സോണിയുടെ A1 അറിയാലോ, 50 മെഗാ പിക്സലിലെ സ്റ്റാക്ഡ് സെൻസറാ. അതേ പെർഫോമൻസ് ഉള്ള സെയിം സെൻസർ സോണിയുടെ A900 എന്ന് പറഞ്ഞ ക്യാമറയിൽ വരാൻ പോകുന്നുണ്ട്. 33 മെഗാ പിക്സലിലെ സെൻസറാ. ഈ 33 മെഗാ പിക്സൽ സോണിയുടെ A7 IV, A7C2 അവര് യൂസ് ചെയ്ത അതേ സെയിം സെൻസർ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈവൻ സോണിയുടെ A7 V ഈ സെയിം സെൻസർ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയുടെ A1 അതേ പെർഫോമൻസ് ആണ് ഈ സെൻസറിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇനി ഇതിന്റെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാലോ, ഇത് 7K ഓവർ സാമ്പിളിംഗ് വീഡിയോ എടുക്കാം, 4K 120 1.5 ക്രോപ്പില് നമുക്ക് വീഡിയോ എടുക്കാം, പിന്നെ 4K 60 FPS ക്രോപ്പ് അല്ലാണ്ട് എടുക്കാം, പിന്നെ 8.5 ആക്സിസ് ഇൻബിൽറ്റ് ബോഡി സ്റ്റെബിലൈസർ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. സോണിയുടെ
ലെൻസുകൾ ജി മാസ്റ്റർ ലെൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8.5 ആക്സിസ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസറിൽ നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റും. ഇനി മെക്കാനിക്കൽ ഷട്ടറിലേക്ക് വരുമ്പോൾ ഇത് 15 FPS ഇലക്ട്രോണിക് ഷട്ടറിലേക്ക് വരുമ്പോൾ 30 FPS നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാനും പറ്റും. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാൻ ഇല്ലാത്ത ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ SD കാർഡ് യവന്മാരെ മാറ്റിയിട്ട് ഇതിൽ 2 SD കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. സിംഗിൾ SD കാർഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് CF എക്സ്പ്രസിന്റെ ഫസ്റ്റ് ജനറേഷൻ കാർഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. നോർമൽ SD കാർഡ് ഇതിൽ ബാക്കപ്പ് ചെയ്യാൻ യവന്മാർ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തുകൊണ്ടിട്ടാണാവോ സോണി നിങ്ങൾ ഇത്രയും ഹൈപ്പൊക്കെ കൊടുന്നിട്ട് ലാസ്റ്റ് SD കാർഡിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സിംഗിൾ SD കാർഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 SD കാർഡ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു CF എക്സ്പ്രസ് കാർഡും ഒരു SD കാർഡും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡ് ഫുൾ ആയി കഴിഞ്ഞാൽ അടുത്ത കാർഡിലേക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് സാധാരണ സോണി അമ്മാതിരി മണ്ടത്തരങ്ങളൊന്നും ചെയ്യാത്ത സോണി ഇപ്പൊ നിലവിൽ ആ മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ് ആയിരിക്കും, അതായിരിക്കും കാരണം. പിന്നെ സോണിയുടെ സ്വന്തം പ്രോസസ്സറാണ് ബയോണിക്സ്, പുതിയ ചിപ്സെറ്റ് ആണ്. അവർ TV ഉപയോഗിക്കുന്ന സെയിം ചിപ്സെറ്റ് തന്നെയാണല്ലോ അവർ ക്യാമറയിൽ യൂസ് ചെയ്യുക. അതങ്ങനെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ക്യാമറ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ഡ് ആണ്, ഒരു രക്ഷയില്ല. പിന്നെ APS-C ബോഡിയിലേക്ക് ഒരു സ്റ്റാക്ട് സെൻസർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേറെ ലെവലിൽ തന്നെയാണ്, ഒരു രക്ഷയില്ല. കാരണം കാനോൺ ചെയ്യാത്ത ഒരു തീരുമാനം തന്നെയാണല്ലോ സോണി ചെയ്തത്. ആ ഒരു തീരുമാനത്തിൽ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയണം, ഫ്രം മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, ഇതാണ് തീരുമാനം എടുക്കേണ്ടത്. കാനോൺ അടുത്ത പ്രാവശ്യം ഇമാതിരി മണ്ടത്തരങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറയുടെ വിലയും കാര്യങ്ങളൊക്കെ വില കൂടും, കാരണം SD കാർഡിനും വില കൂടിയല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ക്യാമറയുടെ ബോഡികൾക്കും വിലയും കൂടും. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എനിക്കറിയാം നിങ്ങൾ കമന്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം, പക്ഷെ ഇതൊരു ലെങ്തി ആയി പോയി, വളരെ ക്ഷമിക്കണം. ഇതൊരു ഇൻഫോർമേറ്റീവ് ആണ്, ഇത് എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവും കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഇതൊരു 2027 അല്ലെങ്കിൽ 26 പകുതിയോടക്കിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ണു തള്ളു. കാരണം ഇപ്പൊ അറിയാലോ, നിലവിൽ സോണി നമ്പർ 1 ആണ്. ഷട്ടർ പൊട്ടിയാലും അല്ലെങ്കിലും അതൊരു വിഷയമുള്ള ഒരു കാര്യമല്ല, കാരണം സോണി എന്ന് പറഞ്ഞാൽ സോണി തന്നെയാണ്. അപ്പൊ ആ ഒരു ആൾക്കാർ ആ തീരുമാനം എടുക്കും. ഇനി ഒരു APS-C ബോഡിയിൽ ഒരു സ്റ്റാഗ്ഡ് കൂടെ കൂടുന്ന പറയേണ്ട കാര്യമില്ല, വേറെ ലെവലിൽ തന്നെ. ഫ്യൂജി ഫിലിം ഇതൊക്കെ കേൾക്കോ എന്നുള്ളതാണ് എനിക്ക് സംശയം. നിക്കോൺ ഇതൊക്കെ കേൾക്കോ, അതൊരു സംശയമാണ്. കാനോൺ ചെയ്യാൻ വിചാരിച്ച സാധനം കാനോൺ ചെയ്തില്ല. അപ്പോ ഒന്നും പറയാനില്ല, സോണിനോട് ഇതേ പറയാനുള്ളൂ. എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാം. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വളരെ ഒരു ഗുഡ് ബൈ. പിന്നെ പറയാനുള്ളത്, പുറത്ത് നല്ല മഴയാണ് ഇന്ന്. ഇപ്പോഴാണ് മഴ, ഇപ്പോഴല്ല, ഒരു 3-4 മണിക്കൂർ മുന്നെയാണ് മഴ നിന്നത്. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ യുദ്ധമാണ്, വീണ്ടും സേഫ് ആയിട്ട് ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.